ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിലേക്കുള്ള MBBSൻ്റെ അഡ്മിഷൻ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ. അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ നോക്കുക. ഷുഡ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മസ്റ്റ് ബി അൺമാരീഡ്, വിവാഹം കഴിച്ചിട്ടുണ്ടാവരുത്. അതേപോലെ ഡ്യൂറിങ് ദ കോഴ്സിൻ്റെ സമയത്തും വിവാഹം പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ഏജ് ക്രൈറ്റീരിയ നോക്കിയാൽ മിനിമം 17 വയസ്സ്, മാക്സിമം 24 വയസ്സ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ MBBSൽ ജോയിൻ ചെയ്യുമ്പോൾ 17 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അതുപോലെ 24 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവരുത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്, മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ ജനുവരി 1, 2001 മുമ്പ് ജനിച്ചവരാവരുത്. ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 31 ഡിസംബർ 2007 ശേഷവുമായിരിക്കരുത്. അതായത് ജനുവരി 1, 2001 ശേഷം 2007 ഡിസംബർ 31 ജനിച്ച് ഇതിനിടയ്ക്ക് ജനിച്ചവർക്ക് പറ്റും. ഈ 2007 ഡിസംബറിന് ശേഷമോ അല്ലെങ്കിൽ ജനുവരി 2001 1-ാം തീയതിക്ക് മുമ്പോ ജനിച്ചവരായിരിക്കരുത് എന്നാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഇനി അതിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാം. എങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഹയർ സെക്കൻഡറി പാസ്സായവരാവണം. ഏതൊക്കെ സബ്ജക്റ്റ്? ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടാവണം. ഇതിനെല്ലാം കൂടെ ചേർത്ത് 60% മാർക്ക് ഉണ്ടാവണം. അഗ്രിഗേറ്റ് 60% ഉണ്ടാവണം. ഇൻഡിവിജ്വലി 50% മാർക്ക് ഇംഗ്ലീഷിനും 50% മാർക്ക് ഓരോ സബ്ജക്റ്റും ഉണ്ടാവണം. ഇൻഡിവിജ്വലി മിനിമം 50% ഉണ്ടാവണം. എല്ലാം കൂടെ ചേർത്ത് 60% ഉണ്ടാവണം. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമ്പർ ഓഫ് സീറ്റ് നോക്കുക. 145 സീറ്റ് ഉണ്ട്. അതിൽ 115 ബോയ്സിനെയും 30 ഗേൾസിനെയുമാണ് എടുക്കുക. അപ് ടു ഈ 145-ൽ 10 സീറ്റ് വരെ SC/ST കാറ്റഗറിക്ക് റിസർവ് അല്ലെങ്കിൽ അവർക്കും കൊടുക്കാം. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണ് സെലക്ഷൻ നോക്കുക. ഇതിൽ MBBS കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും NEET UG 2024 ക്വാളിഫൈ ആയിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അങ്ങനെ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യണം? പിന്നീട് MCC.NIC.in നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് 14-ാം തീയതി അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് സാധാരണ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കുന്ന അതേ സൈറ്റിൽ തന്നെ നിങ്ങൾ AFMC എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളെ AFMC പരിഗണിക്കുക. അങ്ങനെ AFMC ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് AFMC ഒപ്റ്റ് ചെയ്ത കുട്ടികളെ വെച്ചിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ നടത്തുക. അതിൽ അപ്രോക്സിമേറ്റ്ലി 1880 മെയിൽ കാൻഡിഡേറ്റിനെയും 390 ഗേൾസിനെയും ഇവർ സ്ക്രീനിങ് ടെസ്റ്റിന് വിളിക്കും. അത്രയും കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ സ്ക്രീനിങ് ടെസ്റ്റിന് വിളിക്കും. അപ്പോൾ AFMC.NIC.in എന്നുള്ള സൈറ്റിലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഇനി ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിന് പിന്നീട് ഒരു ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ് എക്സാം ഉണ്ടാവും. അതേപോലെ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ് അത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 40 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോന്നിനും ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക് ഉണ്ടാവും. അങ്ങനെ 80 മാർക്കിൻ്റെ എക്സാമാണ്. ഓക്കെ, അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. 0.5 4-1 മാർക്ക് ഓരോ ഇൻകറക്റ്റിനും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിൻ്റെ ബേസിലാണ് പിന്നീട് നോക്കുക. ഇതിനുള്ള സമയം 30 മിനിറ്റ് ആണ്. അത് 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 30 മിനിറ്റ് കൊണ്ട് ചെയ്യണം. ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ്. അങ്ങനെ 80 മാർക്കിൻ്റെ എക്സാമാണ്. 0.5 നെഗറ്റീവാണ്. അപ്പോൾ ഈ കിട്ടിയ മാർക്ക് വിൽ ബി ആഡഡ് ടു ദ NEET സ്കോർ. ഓക്കെ, അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ്റെ സ്കോറായിട്ട് NEET സ്കോറിൻ്റെ ഒപ്പം ഇതുകൂടി അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി 50 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ കോർ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ജനറൽ അവെയർനെസ് ഉണ്ടാവും, അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഹോബീസ്, പേഴ്സണാലിറ്റി, അതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു സാധാരണ ഒരു ഇൻ്റർവ്യൂ പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ NCCയിലും സ്പോർട്സിലും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റെ വെയിറ്റേജ് കിട്ടും. അതേപോലെ തന്നെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്ക്, അതുപോലെ എക്സ് സർവീസ് ആയിരിക്കുന്നവരുടെ മക്കൾക്ക്, അവർക്കൊക്കെ അതിൻ്റെ വെയിറ്റേജും ഉണ്ടാവും. അപ്പോൾ ഫൈനൽ സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റിട്ടേൺ എക്സാമിനേഷൻ്റെ NEETൻ്റെ മാർക്ക്, റിട്ടേൺ എക്സാമിനേഷൻ്റെ മാർക്ക്, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക്, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. മുമ്പ് നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ഓഫ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ് അതിൻ്റെയൊക്കെ മാർക്ക് കൂട്ടിയിട്ടാണ്. ഇതിൽ ഏതിൻ്റെത് കൂട്ടില്ല,
അതിൽ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റേത് മാത്രം മാർക്ക് ഫൈനൽ മെറിറ്റിന് വേണ്ടി കൂട്ടില്ല, വിൽ നോട്ട് ബി കൺസിഡേർഡ് എന്നാണ്. അത് ജസ്റ്റ് ഒരു ക്വാളിഫൈ ആയാൽ മതി, അതിൻ്റെ മാർക്ക് കൂട്ടില്ല. അപ്പോൾ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ കൂട്ടും, ഇംഗ്ലീഷിന് ടെസ്റ്റിൻ്റെ സ്കോർ കൂട്ടും, ഇൻ്റർവ്യൂ കൂട്ടും. ഓക്കെ, ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നോക്കില്ല. പിന്നെ അതുപോലെ ഒരു ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഒക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും. റൈറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അതായത് ഫൈനൽ ലിസ്റ്റ് പിന്നീട് AFMCയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും കുട്ടി ജോയിൻ ചെയ്യാൻ ചെല്ലുകയുമാണ് വേണ്ടത്. അപ്പോൾ ആ സമയത്തേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ആ സമയത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.